നമസ്കാരം, എല്ലാവർക്കും കേരള ബ്ലോഗറിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്ഥലത്തേക്ക് പോകാൻ നിൽക്കണതാണ്. അതായത് മുതുകോരമല എന്ന് പറയും. നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെയുള്ള ഒരു മല കേട്ടോ. അതായത് കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ മലനിരകളിലൊന്നാണ് മുതുകോരമല എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകാൻ നിൽക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അഭിഷേക് ഉണ്ട്. ഒരു ഹായ് പറഞ്ഞിടാ. അപ്പോൾ അവനായിട്ടാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത് കേട്ടോ. ഇന്ന് എൻ്റെ വണ്ടിക്കല്ല, ഇത് ആക്ച്വലി എൻ്റെ ഇവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആരോപണം എന്നുണ്ട്. അപ്പോൾ അവൻ്റെ വണ്ടിക്കാണ്. എൻ്റെ വണ്ടി എൻ്റെ അനിയൻ ഇന്ന് എക്സാം ഉണ്ട് കേട്ടോ. അപ്പോൾ അവൻ കൊണ്ടുപോയിക്കൊണ്ട് നമ്മൾ ഇന്ന് ഈ വണ്ടിക്കാണ് പോകണം. അപ്പോൾ ഇപ്പോൾ നേരെ ഇനിയിപ്പോൾ പമ്പിൽ ചെല്ലണം, പെട്രോൾ അടിക്കണം, നേരെ അവിടെ നിന്ന് പോകണം കേട്ടോ. ഇത് ശരിക്കും നമ്മൾ പൂഞ്ഞാറിൽ നിന്ന് പോകുന്ന വഴിക്കാണ്ടോ, നമ്മൾ ഈരാറ്റോട്ട് കഴിഞ്ഞ് പൂഞ്ഞാറിൽ നിന്ന് കുറച്ചുകൂടി പോകണം ഈ മുതുകോരമലയ്ക്ക്. അപ്പോൾ ഇപ്പോൾ ഏകദേശം രാവിലെ ഒരു 7:30 സമയമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകാൻ റെഡിയായി നിൽക്കണതാണ്. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലത്താണ്ടാ. അപ്പോൾ നമ്മൾ ഇൻട്രോ പറയാണ്ട് ജസ്റ്റ് ഇവിടെ നിർത്തിയതാണ് പോണ വഴിക്ക്. അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് യാത്ര തുടരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇപ്പോൾ നമ്മുടെ വീഡിയോസ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. കൂടാണ്ട് റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിക്കോ. അപ്പോൾ അത് അമർത്തുമ്പോൾ നമ്മൾ ഈ അടുത്ത വീഡിയോസ് നിങ്ങളിലേക്ക് ഓട്ടോമാറ്റിക് എത്തുന്നതായിരിക്കും. അപ്പോൾ അതുകൂടി ചെയ്തോട്ടോ. അപ്പോൾ നമുക്ക് മുതുകോരമല കേട്ടാ. Fly away to the sky, shining bright like a sunshine, dreaming high like the stars, dancing through with the clouds. And everything be such a meaning, every cloud has silver lining. As long as you are still breathing, don't waste your time, keep fighting. Even if you drift and fall, look down, mountain still stand tall. Believe yourself and keep on running. Don't look back, stay dreaming. അങ്ങനെ നമ്മൾ അവസാനം മുതുകോരമലയിൽ എത്തിയട്ടാ. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇനി ഇവിടം വരെ വണ്ടി വരുള്ളൂ, ബൈക്ക് ഇവിടം വരെ വരുള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഓഫ് റോഡുണ്ട്. അപ്പോൾ ഓഫ് റോഡ് പോണ ജീപ്പും കാര്യങ്ങളൊക്കെയാണ് അങ്ങോട്ട് പോണത്. നമുക്ക് ഇവിടെ നിന്ന് നടപ്പുവഴിയുണ്ട് ഇതിലെ. അപ്പോൾ നമുക്ക് നടപ്പുവഴിയെ പോകട്ടോ. പോടാ. Fly away to the sky, shining bright like a sunshine, dreaming high like the stars. നിങ്ങൾ ഈ നടപ്പുവഴിയെ വരുമ്പോഴുണ്ടല്ലോ സൂക്ഷിക്കണം കേട്ടോ. കാരണം വഴി തെറ്റിപ്പോകാൻ ഒരുപാട് സാധ്യതയുണ്ട്. നമുക്ക് കറക്റ്റ് ഒരു റൂട്ടും കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം ഒരു വഴി വെട്ടിയ പോലത്തെ ഒരു ഇതിൽ കൂടിയാണ് പോകുന്നത്. ഞങ്ങൾക്ക് ആദ്യം ഒരുപാട് വഴി തെറ്റിപ്പോയി. വഴി തെറ്റിയിട്ട് ഇപ്പോൾ ഞങ്ങൾ പോകണം കറക്റ്റ് വഴിയാണെന്നറിയില്ല. ഒരു നടപ്പാത പോലെയൊക്കെ ഉണ്ട്. നടപ്പാത എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വഴി വെട്ടിയ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കയറിയാണ് മുകളിലേക്ക് പോകുന്നത്. ഇനി ഇത് വെള്ളം ഒഴുകണ പാതാണെന്ന് അറിയില്ല കേട്ടോ. നമുക്ക് വഴി തെറ്റിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം എന്തേ, നമ്മളിപ്പോൾ കയറി വന്ന് ഇവിടെ നിൽക്കണേ. ഇവിടെ നിന്ന് അങ്ങോട്ടും 2 വഴി കിടപ്പുണ്ട്. അപ്പോൾ എങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടതെന്ന് അറിയില്ല. നമുക്ക് അതിക്ക് അങ്ങോട്ട് ചെന്നിട്ട് ആരും കാണേണ്ടി ചോദിക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഈ കയറി പോകുമ്പോൾ തന്നെ ഈ ബാക്ക് സൈഡിലൊക്കെ ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ അങ്ങോട്ട് ഇനി ഉണ്ടാവുമെന്ന് അറിയില്ല മേളിലേക്ക്. എന്തായാലും ഇവിടം വരെ നമ്മൾ വന്ന സ്ഥലം വരെ എന്തായാലും കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ചേച്ചിയോട് ചോദിച്ചിട്ടാണ് നമ്മൾ വഴി മനസ്സിലാക്കിയത് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം ഇനിയും നല്ല ദൂരം കയറാനുണ്ട്. താഴെ നമ്മൾ ഒരു സ്ഥലത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം മേളിലേക്ക് നടക്കാണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. Dreaming high like the stars, dancing through with the clouds. And everything be such a meaning, every cloud has silver lining. As long as you are still നമ്മളിപ്പോൾ കയറി പോകുമ്പോൾ തന്നെ കാണുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ടാവും ബാക്കിലായിട്ട്. ദൂരെ അങ്ങ് മലകളൊക്കെ കാണാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഇതാക്കാണൊരു മല കണ്ട, അതിൻ്റെ മേളിൽ വലിയൊരു മലയുണ്ട്. അപ്പോൾ അതിപ്പോൾ മേഘം മൂടി നിൽക്കുന്നുണ്ടാട്ടോ നമുക്ക് കാണാൻ പറ്റാത്ത. അപ്പോൾ നമുക്ക് നമ്മുടെ മുതുകോരമലയുടെ മേളിൽ ചെന്നിട്ട് നമുക്ക് കാണാൻ പറ്റുമോ നോക്കാം കേട്ടോ. നമ്മുടെ മുതുകോരമലയിലേക്ക് പോകുന്ന ഒരു റൂട്ടാണ് അത് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കണത്. അത്യാവശ്യം നല്ല കയറ്റമുണ്ട്. സിമ്പിളാണെന്ന് പറഞ്ഞാൽ ആരും വരാൻ നിൽക്കരുത് കേട്ടോ.
അത്യാവശ്യം നടക്കാനുണ്ട്. ഈ പോണ വഴിക്കാൻ നമുക്ക് മേളിൽ ഒരുപാട് കിളികളുണ്ട് കേട്ടോ. ഒരുപാട് തത്തക്കൂട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളിപ്പോൾ വന്ന വഴിക്ക്. നമ്മളിത് കയറിക്കൊണ്ടിരിക്കേണ്ട. ഇപ്പോൾ കയറി വരുമ്പോൾ കിട്ടണ ഒരുപാട് പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പോൾ ഇത് കണ്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ടൊരു വഴി കിടപ്പുണ്ട്. നമ്മളിപ്പോൾ കയറി വരുമ്പോൾ തന്നെ നേരെ ഒരു വഴി കിടപ്പുണ്ട്. ഇപ്പോൾ ഇതിൽ ബോർഡും കാര്യങ്ങളൊന്നുമില്ല, ഇതിൽ പോകണേന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ എന്നാലും നമ്മളിപ്പോൾ ആ ചേച്ചി നേരെ തന്നെ പോകാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരെ തന്നെ പോകട്ടോ. നമ്മൾ മുതുകോരമലൊക്കെ വരുമ്പോഴേ നമുക്ക് ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു വഴിയുണ്ട, ആ വഴിയുടെ വീതി നമുക്ക് ഇവിടെ കൊണ്ട് തീരുവാട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്കിത് ഈ ഒരു ചെറിയ പാത ഉണ്ടോ, ഈ ഒരു ചെറിയ പാത നടപ്പാത പോലെ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഒരാൾക്ക് പോകുന്ന രീതിയിലുള്ള നടപ്പാതേ ഉള്ളൂ. അപ്പോൾ അതിൽ കയറിട്ട് വേണം ഇനി മേളിലേക്ക് പോകണ്ട. അപ്പോൾ നമുക്ക് പോകുമ്പോൾ ഇപ്പോൾ മുതുകോരമലയ്ക്ക് വരുന്ന ആൾക്കാർ അത്യാവശ്യം ഇതുപോലെ വെള്ളവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് മേളിലേക്ക് വരേണ്ട. പിന്നെ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും ഇവിടെ ഇടരുത്. പിന്നെ മുതുകോരമല കയറുന്നത് വളരെ എളുപ്പമാണെന്നുള്ള രീതിക്കാരും വരാൻ നിൽക്കരുത്. അത്യാവശ്യം നല്ല നടക്കാൻ നല്ല ഓഫ് റോഡാണ്, നല്ല കയറ്റം തന്നെ ഉണ്ട്. അപ്പോൾ അത് കണക്കാക്കി കൂട്ടിയിട്ട് വേണം വരാനായിട്ട്. ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു മൈൻഡ് ഉള്ളവർക്ക് വരാം. ഇപ്പോൾ ട്രെക്കിങ് സെറ്റപ്പ് മൈൻഡ് ഉള്ള ആൾക്കാർക്ക് വേണം വരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മേളിൽ ചെന്നിട്ട് നമുക്ക് അവിടെ കാഴ്ച എന്താണ് നമുക്ക് കാണാനുള്ളതെന്ന് വെച്ചാൽ നോക്കാം കേട്ടോ. ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ വഴി തീരെ ചെറുതായിരുന്നു. അപ്പോൾ തീരെ ഒരു ഇടുങ്ങിയ വഴി കൂടിയാണ് പോകണം കേട്ടോ. ഒരു കാടിനുള്ളിൽ കൂടി നമ്മൾ പോകില്ലേ, ആ ഒരു സെറ്റപ്പാണ് ഇവിടെ. അപ്പോൾ പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, സൂക്ഷിച്ച് വേണം കേട്ടോ വന്നവർ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കണേണ്. മേളിൽ ചെന്നിട്ട് എന്താ അവസ്ഥയെന്ന് നമുക്ക് നോക്കാം. നമ്മളീ പോകുന്ന വഴിക്ക് തന്നെ ഉണ്ടല്ലോ ഒരുപാട് കിളികളുടെയും കാര്യങ്ങളിലൊക്കെ കരച്ചിലേക്കാം. നിങ്ങൾക്ക് സൂക്ഷിച്ചൊക്കെ കേട്ടോ. ഇപ്പം ഇങ്ങനത്തെ ഉള്ള ഭാഗത്ത് നമ്മുടെ നാട്ടിൽ കാണുന്ന ചെറിയ ചീവീടല്ലാണ്ട് വലിയ തരം ചീവീടുകളുണ്ട്. അപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ അങ്ങനത്തെ ചീവീടിൻ്റെ കരച്ചിലൊക്കെ കേൾക്കാം. ഇപ്പോൾ സൈലൻ്റായിട്ട് ഇപ്പോൾ ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. കേട്ടാ, അതാണ്. അപ്പോൾ കറക്റ്റ് ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടി പോണ ഒരു ഫീലാണ്. ഫീലല്ല, കാടിൻ്റെ ഉള്ളിൽ കൂടിയാണെന്ന് എനിക്ക് തോന്നണം കറക്റ്റ്. ഇത് ഈറ്റയാണ്. നമ്മുടെ വൈക്കത്തുനിന്ന് വരുമ്പോൾ ഉണ്ടല്ലോ, വൈക്കത്തുനിന്ന് ശരിക്കും ഒരു 70 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ മുതുകോര മലയിലേക്ക്. അതായത് നമ്മൾ ബൈക്ക് വെച്ചില്ലേ ആ ഒരു ഏരിയ വരെ 70 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് പിന്നെ നമുക്ക് മേളിലേക്ക് ഒരു 1.5, എനിക്ക് 1.5 അല്ല അതിന് മേളിലുണ്ടെന്ന് എനിക്ക് തോന്നണം. അപ്പോൾ അവിടെ നിന്ന് പിന്നെ നമ്മൾ ആ വന്ന വഴിയെ കയറി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതേപോലെ റൂട്ടിൽ കൂടി നമ്മളിത് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്കുള്ള അടുത്ത ടാസ്ക് ഉണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ നമ്മൾ കയറി വന്ന വഴി കണ്ടില്ലേ, ഇനിയിപ്പോൾ ഇതിലും ഇടുങ്ങിയ റോഡാണ്. റോഡെന്നല്ല പറയണം, ഒരു ഓഫ് റോഡാണ്, ഒരു പാതയാണ് ചെറിയ. അപ്പോൾ ഇത് ശരിക്കും കുത്തനെ മേളിലേക്ക് കയറ്റാണ് ഇനി. അപ്പോൾ ഇനി നമുക്ക് ഇതാണ് അടുത്ത കയറാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ട് ഇനി ചിലപ്പോൾ നല്ല കുത്തനെ കയറ്റങ്ങളുണ്ടാവും, ചിലപ്പോൾ റോഡ് ഉണ്ടാവില്ല, മൊത്തം പാറയിലൊക്കെ പിടിച്ചിറങ്ങി കയറേണ്ടി വരും, അറിയില്ല കേട്ടോ. നമുക്ക് എന്തായാലും മേളിലേക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ കയറി വന്നപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു ഏരിയ നാട്ടെ കയറി വന്നപ്പോൾ ഇവിടെ ഒരു ഇരിക്കാനായിട്ടൊരു സെറ്റപ്പിൽ മുളയും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടും നല്ല കാര്യം തന്നെയാണ്. കാരണം ഇവിടം വരെ കയറി വരുമ്പോൾ തന്നെ ആർക്കായാലും ഒന്ന് ഇരിക്കണമെന്നൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് ഇരുന്ന് റെസ്റ്റ് ചെയ്ത് ഇവിടെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാം നമുക്ക്. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് മുകളിലേക്ക് കയറാം കേട്ടോ. ഈ സ്ഥലം കണ്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് ഇതിലും സർപ്രൈസ് ആയിരിക്കും മേളിലേക്ക് കയറാനായിട്ട്. ഇവിടെ നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് അങ്ങോട്ടേക്ക് കറക്റ്റ് ഒരു കാടാണ്. നമുക്ക് വഴിയും കാര്യങ്ങളൊന്നുമില്ല, വഴി വെട്ടി കയറിയൊക്കെ വേണം നമുക്ക് പോകാൻ കേട്ടോ. ഇപ്പോൾ നമ്മൾ വന്ന വഴി ഇവിടെ ആൾക്കാർ മരവും ചില്ലയൊക്കെ വെട്ടി ഇട്ടിട്ടുണ്ട്, നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ തീരെ വെട്ടമോ കുറവാണ്, നമ്മൾ ഇരുണ്ട ഒരവസ്ഥയിൽ കൂടിയാണ് മേളിലേക്ക് കയറാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം.
ഇതിപ്പോൾ കറക്റ്റായിട്ട് വഴിയൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ ആ ഈ കാണുന്ന ഒരു ഇതിൽ കൂടി മേളിലേക്ക് കയറി പോകണേണ്. നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ ഒരു ബോർഡ് ഉണ്ട് കേട്ടോ. എന്താ നോക്കാം, അങ്ങോട്ടേ ഒന്ന് വായിച്ചു നോക്കാം. ജലം അമൂല്യമാണ്, അത് ദുരുപയോഗപ്പെടുത്തുകയോ പാഴാക്കുകയോ ചെയ്യരുത്. കുടിവെള്ളം ഉപയോഗത്തിന് ശേഷം ജോയിൻറ്റ് ചെയ്ത് ഇടുക. അപ്പോൾ അതെ ഇതേപോലെയൊക്കെ നമുക്ക് വന്നിരിക്കാട്ടെ. ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ട് മേളിലേക്ക് കയറാം. ഇപ്പോൾ അവിടെ മാത്രമല്ല കേട്ടോ, അത് നടന്നു പോകുന്ന വഴി ഇതേ ഇവിടെ ഇതാ ഒരു മൂലക്കൊക്കെ അത് അവിടെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യമല്ലേ. എനിക്കൊന്ന് ഇവിടെയുള്ള നാട്ടുകാർ ചെയ്യണമായിരിക്കും കേട്ടോ. അതൊക്കെ എന്തുകൊണ്ട് നല്ല കാര്യമാണ്. അങ്ങനെ നമ്മൾ ആ ഒരു ഇരുണ്ട വഴിയിൽ നിന്ന് കുറേ പുൽമേട് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെയാണ് ഇനി പോകാൻ പോണത്. നല്ലൊരു വെട്ടമുള്ള ഏരിയയിലേക്ക് എത്തി. ഇനിയിപ്പോൾ നമുക്ക് സുഖമായിട്ട് പേടിക്കാണ്ട് തന്നെ പോകട്ടോ. ഇതുണ്ടാ ഒരു പുൽമേടിൻ്റെ ഇടയിൽ കൂടിയുള്ള വഴിയാണ്. അപ്പോൾ ഈ ഒരു പുല്ലിൻ്റെ ഇടയിൽ കൂടി നമുക്ക് നടന്ന് മേളിലേക്ക് കയറണമെന്ന് തോന്നുന്നു. ഇനി നമ്മൾ ഓരോ വഴിയിലേക്ക് പോകുന്തോറും, അതായത് ഓരോ ഏരിയ കഴിയുമ്പോഴേക്കും നമുക്ക് ഓരോ വ്യത്യസ്തമായിട്ട് കാഴ്ചകളാണ് കേട്ടോ. ഇപ്പോൾ അവിടെ നമുക്ക് ആ ഒരു ഇരുണ്ട ഒരു ഇതിനുള്ളിൽ കൂടി നമ്മൾ വഴിയുടെ ഉള്ളിൽ കൂടിയാണ് കയറി വന്നത്. ഇപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഫുള്ള് പുല്ലായി. അപ്പോൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നിലത്ത് വീഴും കേട്ടോ. കണ്ടോ, നമ്മൾ കയറി പോകുന്ന വഴി ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് വ്യൂ ഇതാണ്. ഇപ്പോൾ ആ ഏരിയയിലൊക്കെ ഫുള്ള് മഞ്ഞ് കയറിയിപ്പുണ്ട്. നമുക്ക് അത്യാവശ്യം മഴ പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മുകളിലേക്ക് കയറി പോകാം. ഇപ്പം നടന്ന് ട്രെക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നേരെ മുതുകുര മലയിലേക്ക് പോരട്ടോ. കാരണം ഉണ്ടല്ല, അത്യാവശ്യം നല്ല രീതിക്ക് നടന്ന് ട്രെക്ക് ചെയ്യാൻ പറ്റിയ രീതിക്കാണ് ഈ മലയിലേക്കുള്ള റൂട്ടെന്ന് വെച്ചാൽ. കാരണം വഴിയൊന്നുമില്ല, നമ്മൾ വഴി വെട്ടിത്തെളിച്ച് വേണം കേട്ടോ പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് പോരും. നല്ല ഒന്നാന്തരം ട്രെക്കിങ് കൂടെ ഉണ്ട്. നമ്മുടെ ഉണ്ണി അവിടെ ആ ഒരു പാറ കയറാൻ നോക്കണം കേട്ടാ. കുറച്ച് പാടാണ് കയറാനായിട്ട്. നമ്മുടെ കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയർന്ന മലനിരകളാണ് നമ്മുടെ മുതുകോര മല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. കാരണം പക്ഷെ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം അത്രയും നമ്മൾ ഹൈറ്റിലാണ് നിൽക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് കയറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എത്ര നേരം കയറിയിട്ട് ഇപ്പോൾ 12 കാലമായെന്ന് തോന്നുന്നു. 1 മണിക്കൂർ മേളിലായെന്ന് തോന്നുന്നു ഞങ്ങൾ കയറാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ അതേപോലെ തന്നെ കയറ്റമുണ്ട്. ഇനി മേളിലേക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നണം. ഉണ്ട് ബാക്കിൽ നിങ്ങൾക്ക് വ്യൂ ഉണ്ടോ? അത്യാവശ്യം നല്ല രീതിക്ക് ഹൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കതച്ചിട്ട് ഒരു രക്ഷയിലോട്ടെ. ഞങ്ങളങ്ങനെ മുതുകോരമലയുടെ മേളിലെത്തിയിട്ടാ. ഇപ്പോൾ നിങ്ങൾ നേരത്തെ കാണിച്ചില്ലേ, ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഒരു രക്ഷയില്ല. നിങ്ങൾക്കിപ്പോൾ ഫോണിൽ എന്തോരം മാത്രം അല്ലെങ്കിൽ നമ്മുടെ ക്യാമിൽ എന്തോരം വിസിബിൾ ആണോ നമുക്കറിയില്ല കേട്ടോ. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇവിടെ കയറി വന്നതിനൊരു പ്രയോജനം ഉണ്ടായെന്ന് തന്നെ പറയാം. കാരണം അമ്മാതിരി ഒരു വ്യൂ ആണ്. ഇത്രയും ടോപ്പിലാണ് നമ്മൾ കയറി വന്നതെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. നമുക്ക് ഈ ബാക്കിലും ഒരുപാട് മലയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ ഫുള്ള് ഞാൻ പറഞ്ഞില്ല മഴ പൊടിയുണ്ട്. അപ്പോൾ ഫുള്ള് മേഘം വന്നിട്ട് ഇങ്ങനെ മൂടിയൊരു അവസ്ഥയാണ് ഫുള്ള്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ക്ലിയർ ആയിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റാത്തത്. ഇപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് നോക്കിയാലും അവിടെയും വേറെ മലയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് കയറാനായിട്ട് വഴിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, നമുക്ക് പറ്റുവാണെങ്കിൽ അങ്ങോട്ടും പോകാം. അപ്പോൾ നമ്മുടെ എനിക്ക് തോന്നുന്നു ഇതായിരിക്കണം അല്ലേടാ ടോപ്പ്. ഇതാണ് ഇത് അങ്ങോട്ടുണ്ടോ? അങ്ങോട്ട് വേറെ വഴിയാണ് ടോപ്പ് ഇതാണ്. അപ്പോൾ ഇതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഒരു ടോപ്പ് ഇതാണ്. പിന്നെ നമുക്ക് ഇതുണ്ട ഇതിൻ്റെ ഈ ഒരു അറ്റത്ത് നമുക്ക് പോയി ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. അപ്പോൾ സൂക്ഷിച്ചിറങ്ങണം, അല്ലേ പണി കിട്ടും. നമ്മൾ ഈ മുതുകോര മല ശരിക്കും ഇത്രയും ഹൈറ്റിലാന്ന് പറഞ്ഞപ്പോൾ, അതായത് കോട്ടയം ജില്ലയിൽ ഏറ്റവും ഹൈറ്റ് കൂടിയ ഒരു ഏരിയ എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും നമുക്ക് ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത് അത്യാവശ്യം നല്ലൊരു ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്.
ഇത് നമുക്ക് ആ സൈഡൊക്കെ എന്താ വാഗമൺ ഏരിയയൊക്കെ എന്ന് തോന്നുന്നുണ്ട്. നമുക്ക് അവിടെ മഞ്ഞ് നിൽക്കൊണ്ടാണ് ഫുള്ള് കാണാൻ പറ്റാത്തത്. അപ്പോൾ നമ്മുടെ ഉണ്ണി ഇത് ഇവിടെ ഇരിപ്പുണ്ട്, നമുക്ക് ഉണ്ണിയോട് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ടാ? ട്രക്കിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഞാൻ വന്നപ്പോൾ ഇത്രയും പ്രതീക്ഷയില്ല, അപ്പോൾ കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായ എൻ്റെ സ്ഥലം അടിപൊളിയല്ലേ? സ്ഥലം പൊളി. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ, അതായത് ട്രെക്കിങ് നടന്ന് ട്രെക്ക് ചെയ്യാൻ പറ്റും, അതായത് കുന്നുമലം കയറാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് പോരി, മുതുവരമലൊക്കെ പോരട്ടാ, കയറി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വെക്കോ, അടിപൊളിയായിരിക്കും. ഇപ്പോൾ നിങ്ങൾ വാഗമണ്ണും അല്ലെങ്കിൽ ഇല്ലിക്കല്ല വന്നാളെ ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ടൈം നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ വന്ന് കയറിയിട്ടൊക്കെ പോകട്ടെ. അല്ലെങ്കിൽ ഇപ്പോൾ 1 ഡേ ട്രിപ്പായിട്ട് വേണമെങ്കിൽ അതായിട്ട് വരാം. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ഞാൻ പറഞ്ഞു, ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് പോകുന്നതാണ്. വീട്ടിൽ പോന്നിട്ട് ഇപ്പോൾ ഇവിടെ എത്തിയത് ഏകദേശം എത്ര മണിയാടാ? 12:30 ആയിട്ടുണ്ട്. അപ്പോൾ 12:30 കൂടിയാണ് ഞങ്ങൾ മേളിലെത്തിയത്. ഇനിയിപ്പോൾ ഇവിടെ തിരിച്ചിറങ്ങാനും ഏകദേശം ആ ഒരു ടൈം എടുക്കുമെന്ന് എനിക്ക് തോന്നണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ മുതുവരമലയുടെ ഒരു വ്യൂ എന്ന് വെച്ചാൽ. ഇപ്പോൾ നമുക്കിനിയിപ്പോൾ അങ്ങോട്ടൊക്കെ വഴിയുണ്ട്. പിന്നെ നമ്മൾ ആ ബാക്കിലൊരു മല കാണണ്ട, അപ്പോൾ ആ മലയിലേക്ക് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമോ നമുക്ക് നോക്കാം. പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും പോകട്ടെ. നമ്മൾ ഇപ്പോൾ നിന്നതിൻ്റെ ഇപ്പർ സൈഡിലൊരു മല പോലെ കണ്ടില്ലേ, അപ്പോൾ അങ്ങോട്ടേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ പതുക്കെ. അപ്പോൾ അത് ഇനി ഹൈറ്റിലേക്ക് ഉണ്ടാകുന്ന അറിയില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കുവാണ്. Look down mountain, still stand tall. Believe yourself and keep on running. Go back, stay dreaming. ഇപ്പോൾ നമ്മളെങ്ങോട്ടാണ് പോകണമെന്നറിയാവാ? നമ്മൾ ആ ബാക്കിലൊരു വലിയ മല കാണില്ലേ, അപ്പോൾ ഇതിലും ഹൈറ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നണം. നമ്മുടെ മുതുവരമലയുടെ ഒരു ഭാഗം തന്നെയാണ് അതും. അപ്പോൾ അത് 2ാമത്തെ മലയാണ്. നമ്മൾ ശരിക്കും ഇത് 3 ഇതായിട്ട് കാണണമെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് ഇനി ഉണ്ടോയെന്ന് അറിയില്ല, ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ വരെ ഉണ്ടാവുള്ളൂ. ശരിക്കും ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു മല, അതിൻ്റെ ഇപ്പോൾ ഈ കാണുന്നത് 2ാമത്തെ മലയും. പിന്നെ നമ്മൾ ആ റൈറ്റ് സൈഡിൽ അവിടെ നിന്നിട്ട് കാണിച്ചില്ലേ, കുറച്ച് മുമ്പ് നിന്നപ്പോൾ താഴത്തേക്ക് ഒരു മല പോലെ ചെറിയ മല കണ്ടില്ലേ, അത് 3ാമത്തെ കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ അറിയില്ല, ഞങ്ങളത് കയറാൻ പറ്റുമോ എന്ന് അറിയാനാണ് ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. Fly away to the sky, shining bright like a shadow shine, dreaming high like the stars, dancing through. നമ്മൾ ആ കാണിച്ച ഒരു മലയുടെ താഴത്ത് നമ്മൾ എത്തിയിട്ടാ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഈ കാണണ്ട, ഈ ഒരു വഴിയൊന്നും കാണാനില്ല ഇവിടെ. ഈ പാറയുടെയൊക്കെ സൈഡിൽ കൂടി പിടിച്ചു വേണം മുകളിലേക്ക് കയറാൻ കേട്ടോ. അപ്പോൾ നമുക്ക് പോയി നോക്കാം. Don't waste your time, keep fighting, even if you drift and fall. Look down mountain, still stand tall. Believe yourself and keep on running. Go back, stay dreaming. നമ്മളങ്ങനെ നിങ്ങൾ നേരത്തെ കാണിച്ചില്ലേ ഒരു വലിയ മല കാണിച്ചില്ലേ നമ്മൾ ആ സൈഡിൽ നിന്നപ്പോൾ. അപ്പോൾ ആ ഒരു മലയുടെ മുകളിലേക്ക് നമ്മൾ എത്തിയിട്ടാ. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ്, അതായത് മുതുകോര മലയുടെ ഏറ്റവും ടോപ്പിലാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് കേട്ടോ. നമ്മൾ ആദ്യം കയറി വന്ന മലയെന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വഴിയിൽ നിന്നാണ് നമ്മൾ കയറി ഇതിൻ്റെ താഴെ കൂടെയൊക്കെ കയറി എങ്ങനെയൊക്കെ ഇവിടെ മുകളിലെത്തി. ഇനിയിപ്പോൾ തിരിച്ചിറങ്ങണം എങ്ങനെയെന്ന് നോക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ മുതുകോര മലയുടെ ഏറ്റവും ടോപ്പ് വ്യൂവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. With the sun, and everything brings such a meaning. Every cloud has silver lining. As long as you are still breathing, don't waste your time, keep fighting. Even if you drift and fall, look down mountain, still stand. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാട്ടോ. നിങ്ങൾക്ക് മുതുകോര മലയിലെ കാഴ്ചകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് എന്നെ കൊണ്ടാകാവുന്ന രീതിയിൽ നമ്മൾ എല്ലാം നിങ്ങളെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫോണിൽ ഷൂട്ട് ചെയ്യണതിൻ്റെ ഒരു പരിമിതി ഉണ്ട്, അതുകൊണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വാളിറ്റിയുടെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു മല കയറുമ്പോൾ നമ്മൾ ഈ ഫോണും പിടിച്ചുകൊണ്ട് പോകുന്നതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ കാണിച്ചു. പിന്നെ നമ്മളിപ്പോൾ നിർത്താനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും കാണിക്കണമെന്നുണ്ട്, പക്ഷേ നമ്മൾ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയുടെ ശതമാനം 4% ആയിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഒരു ഫോൺ ഓഫ് ആകാം. അപ്പോൾ ഈ നമ്മൾ ഷൂട്ട് ചെയ്യണ കംപ്ലീറ്റ് ആകാൻ പറ്റുമെന്ന് പോലും അറിയില്ല കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ഗോപ്രയും കാര്യങ്ങളും ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ശരിക്കും അറിയാണ്ടല്ലോ. പിന്നെ നമുക്ക് അതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ നിങ്ങൾക്ക് വിഷ്വൽ വരാൻ സാധിക്കുമായിരുന്നു. നമുക്ക് കുറച്ചുകൂടി ലെങ്തിൽ ചെയ്യാൻ പറ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാണ്ട് റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോട്ടോ. അപ്പോൾ അത് അമർത്തുമ്പോൾ നമ്മൾ ഈ അടുത്ത വീഡിയോസ് നിങ്ങളിലേക്ക് ഓട്ടോമാറ്റിക് എത്തുന്നതായിരിക്കും. അപ്പോൾ അതുകൂടി ചെയ്തോട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. കാരണം അത്യാവശ്യം നല്ലൊരു മഞ്ഞും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും മഴ പെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ.
അപ്പോൾ ഇടിമിന്നലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പണി കിട്ടും ഇത്ര ഹൈറ്റിലല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ പുതിയ പുതിയ സ്ഥലങ്ങളും പുതിയ കാഴ്ചകളും തേടി പോകട്ടോ. അപ്പോൾ അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ ബൈ.